മക്കളെ പെൻഷൻ കിട്ടുന്നു. ഇപ്പം പെൻഷൻ മേടിച്ച് ആശുപത്രി കൊണ്ടുപോയി അങ്ങോട്ട് 300 കൊടുക്കണം, ഇങ്ങോട്ട് 300 കൊടുക്കണം. പിന്നെ നമ്മൾ അരി മേടിച്ച് എങ്ങനെ കുടിക്കുമ്പോൾ അരി റേഷൻ കിട്ടും, അതും മതി നമുക്ക്. വാങ്ങിക്കാൻ പോയാൽ പകുതി പൈസ അവിടെ പോകും. വണ്ടിക്കൂലി എനിക്ക് വണ്ടി വന്നേ ഇവിടെ നിന്ന് എവിടെ തന്നെ പിടിച്ച് കൊണ്ടുപോകും. വണ്ടി കൊണ്ടുവന്ന് കയറ്റി കൊണ്ടുപോയി ആണ് റേഷൻ കടയിലായാലും ആശുപത്രിയിലായാലും. ഇപ്പം എനിക്ക് 2000 പണം കിട്ടി. 2000 അവിടെ വെച്ച് തന്നെ അവിടെ വെച്ച് തീർന്ന്. പിന്നെ ഒരെണ്ണത്തിൻ്റെ മരുന്ന് മേടിക്കാൻ യാതൊരു നിവൃത്തിയില്ല. മരുന്ന് സ്ഥിരം മേടിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കണം, അതിന് തോനെ പൈസയാവും. അത് ഒഴിച്ചുകൊണ്ടിരിക്കുക അമ്മ എന്ന് പറയുന്നു. ആര് കണ്ടാലും എൻ്റെ കണ്ണിനൊരു കുഴപ്പമുണ്ടാകും മോനെ? കാണുമ്പോൾ കുഴപ്പമില്ല, കുഴപ്പമില്ല. സംസാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ല. എനിക്ക് ഉറക്കമില്ല മക്കളെ. എപ്പോഴാണ് വീഴുന്നത്? നിങ്ങൾ ഈ സൈഡിൽ കൂടെ പോയി നോക്കണം. എപ്പോഴാണ് വീഴുന്നത്? ഇതിനകം മൊത്തം എന്താണ്ട് തോന്നു ഒലിച്ച് വേണ്ട അതിലാണ് ഞാൻ കിടക്കുന്നത്. ഇപ്പം അതിനകത്ത് കിടക്കുന്നുണ്ടോ? ഞാൻ കിടക്കുന്നു. അവർ അങ്ങനെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്ന് വെച്ചു മക്കളെ. അങ്ങനെ കിടക്കുക കിടക്കാൻ സമ്മതിക്കില്ല. എനിക്ക് ഈ വീട് വിട്ടെങ്ങും പോകാൻ പറ്റത്തില്ല. കിട്ടുന്ന പൈസ എല്ലാം അതിന് പോകുവാണേ മോനെ. ഒരു നിഴലായിട്ട് കാണാം. കണ്ണാടി ഇട്ടാലും കാണിച്ചു കണ്ണാടി നോക്കിയോ ഒന്നും അറിയത്തില്ല. ഞരമ്പ് ബ്ലഡോട്ടുള്ള ഞരമ്പെല്ലാം ഇതായി പോയെന്ന് പറഞ്ഞു. എവിടെ കൊണ്ടുപോയി? തിരുനെല്ലിവേലി കൊണ്ടുപോയി. ഈ ഒരു ചങ്കേഴ്സിൽ കൊളുത്തുപുഴ ഈ കണ്ണാണ് സ്കാൻ ചെയ്തത്. ചേച്ചി അമ്മയുടെ മോളാണോ? അല്ല, നാത്തൂനാണ്. എന്റെ ഭർത്താവിന്റെ പെങ്ങളായത്. ആണല്ലേ? ചേച്ചിയാണ് ഇപ്പൊ അമ്മയെ നോക്കുന്നത്? ഞാൻ തന്നെ നോക്കുന്നത്, വേറെ ആരുമില്ല നോക്കാൻ. ചേച്ചിയുടെ പേരെന്തോ? എന്റെ പേര് മഞ്ജു. ജോലി? എനിക്ക് കൂലിപ്പണി തന്നെ ജോലി. എന്താ ജോലി? എല്ലാ പണിക്കും പോകും. ഒരു പണിയൊന്നുമില്ല, എല്ലാം വേവിച്ച് കോരി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ പോകും. അപ്പൊ ചേച്ചി എല്ലാം തപ്പിയൊക്കെ പറക്കി തിന്നോളൂ. രാത്രി കിടക്കുന്ന അവിടെ അല്ലേ? കിടക്കാൻ നല്ല മഴയും കാറ്റും വരുമ്പോ നമ്മൾ വന്ന് ബലാക്കരിയായിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കത്തുള്ളൂ മക്കളെ. ഇവിടെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഉറക്കമില്ല. വഴക്ക് പറയുകയാണ്. ഇവിടെ ഇരുന്നാലും ഉറങ്ങൂല. അങ്ങനെ നല്ല കാറ്റും മഴയും വരുമ്പോ അമ്മക്ക് പേടിയല്ലേ? പിന്നെ മൊത്തം ഭിത്തി മൊത്തം ഇടിഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു അങ്ങ് കയറിപ്പോ അവിടെ കിടക്കാന്ന്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊളുത്തൂപ്പുഴയിലാണ്. കൊളുത്തൂപ്പുഴയിൽ ഡാലിക്കരിക്കതിൽ ചതുപ്പിൽ അല്ലേ? ഡാലിക്കരിക്കതിൽ ചതുപ്പിലാണ്. ഈ അമ്മയുടെ ഒരു കഥ കേൾക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ഈ അമ്മയ്ക്കാണ് ഈ 2 കണ്ണും കാഴ്ചയില്ല. അപ്പോൾ തന്നെ ഇവിടെ ഈ ഒരു വീട്ടിലാണ് കിടക്കുന്നത്. അമ്മയ്ക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം. അമ്മയ്ക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ താല്പര്യം അല്ലേ? മാറി താമസിക്കും. അയ്യോ മനെ, മഴ ഉറക്കുന്ന ഇതിനകത്ത് കയറി നിന്നാലും നനയും. അത് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. മക്കളെ നിങ്ങൾ കയറി കണ്ടു. അങ്ങനെ പട്ടീനെയും പുലിനെയും കണ്ടും കാണാൻ വേണ്ട. ചക്ക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മുളയാണ് വലിച്ച് പറിച്ചത്. എനിക്ക് കാലത്തല്ലേ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചെടുത്തൽ വന്നപ്പോൾ കണ്ടാനാണ്ട് അതിലേ വന്ന് ഇതിൽ കരിഞ്ഞതിനും പറിച്ചതാ. എങ്ങനെയെങ്കിലും നമ്മളെ ഇവിടുന്ന് മണ്ണ് തന്ന് എനിക്ക് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ മക്കളെ. അമ്മയ്ക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോകാൻ തയ്യാറാണോ? ഒന്ന് മോനെ, പുറത്തോട്ട് പോവാൻ തയ്യാറാണ്. എൻ്റെ പുക്കളും മാവും വീണ മണ്ണാണിത്. 7 തലമുറ കഴിഞ്ഞ മണ്ണാണിത്. ഞങ്ങളെല്ലാവരും ചത്തുകെട്ട് പോയി. പിന്നെ എന്നെ ദൈവം തമ്പുരാൻ തൊട്ടെടുത്തോണ്ട് ഞാൻ ഇത് ഇങ്ങനെ നടത്തി വന്ന് അങ്ങനെ വന്നപ്പോൾ പിന്നെ അത് ഒട്ടും വെക്കാതെ വന്നാണ് ഇങ്ങനെ കിടക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കാമേ? വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സഹായിക്കും നിങ്ങൾക്ക്? പിന്നെ മക്കളെ നിങ്ങൾ കയറി കാണണം. ഞാൻ കിടക്കുന്ന സ്ഥലം എപ്പോഴും ഇടിഞ്ഞ് വീടുന്നതെന്ന് അറിയത്തില്ല. ഈ വീട് വിട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല. അവരെ കളഞ്ഞിട്ട് പോകാൻ അവർ രക്ഷിച്ചതുകൊണ്ട്. ആനയല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ട്? ആനയുണ്ട്, കരടിയുണ്ട്, കടുവയുണ്ട്. ഞങ്ങൾ കടുവ പണ്ട് അകല നമ്മൾ ഊരുകാട്ടിൽ ഞങ്ങൾ പഠിച്ചു പോയിരിക്കേണ്ട കാര്യം. പോകുന്ന സമയത്ത് ഊരുകാട്ടിൽ നടന്നിരിക്കുന്ന ചെമ്മടെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ പണ്ട് കാലത്ത്. ഇപ്പര് കടുവ വന്ന് അലറി വിളിച്ച് എല്ലാവരും പേടിച്ച് ഉറങ്ങാതെ ഇരുന്ന് നേരം വെളുത്തിട്ട് ചെന്ന് നോക്കിയപ്പോൾ കാണാൻ നടന്നിരിക്കുന്ന ചെമ്മട് ഉണ്ടവിടെ. കടുവ, കരടി, പുലി ചെന്ന ഇറങ്ങിയാണ്. ഇവിടെയാണ് പണ്ട് കാലത്ത് കടിച്ചത് ഓർമ്മയുണ്ട?
ഉണ്ട്. ആരെയാ കഴിച്ചു? ആ ചെന്ന കഴിച്ചിട്ടുണ്ടോ? എല്ലാത്തിനെയും കടിച്ച്. നിനക്ക് സത്യമുള്ളത് കൊണ്ട് കണ്ണ് കാണിച്ചില്ല, ഞാൻ ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ, ഒന്നുമേ ചെയ്തില്ല. സത്യമുള്ള മുതലാണ് മക്കളെ, ഗണപതി എന്ന് പറയുന്നില്ലേ, സത്യമുള്ള മുതലാണ് അവർ. അവരാ കാവലെന്നാണ് നമ്മൾ വിളിക്കുന്നുണ്ട്, അവർ വിളിയേക്കുന്നു. ഇത് നമുക്കൊരു കേട് ഭവിച്ചിട്ടില്ല. വരുത്തർ വന്ന് കയറി ഈ പൂങ്കാവനം ചവിട്ടി കുഴച്ച് നമുക്കൊരു ഇതുമില്ല. മക്കളെ ഇത് കണ്ട വെള്ളം കിടക്കുന്നുണ്ടാ? വട്ടി കയറാവാ, എന്തെങ്കിലും വന്ന് കയറിയാ ആരും കാണാനില്ല. ഇതാണ്ട കിടക്കുന്ന മോനെ, ഇതിനകത്ത് കയറി നോക്കണം, നിങ്ങൾ. ഇത് പൂട്ടിയിട്ടിരിക്കുകയെന്ന് എന്താണെന്നറിയാമോ? ആ കതവ് തട്ടിയെങ്കിൽ ഇനി വരല്ലേന്നും പറഞ്ഞുകൊണ്ടാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒന്നും ഇരിപ്പില്ല. കണ്ടാ, കയറി നോക്കി. ഇതിനകത്ത് കിടന്ന പാത്രങ്ങളെല്ലാം നുള്ളിപ്പറക്കി. ഇതാണ്ട നിങ്ങൾ ഇതിനകത്തും കയറി നോക്കി. അതാണ്ട നനഞ്ഞു കിടക്കാൻ. ഞാൻ ഇവിടെയാണ് മോനെ കിടക്കുന്ന. ഈ വീട് വിട്ട് മറ്റൊരു വീട്ടിൽ അവർ വിടുന്നില്ല. അങ്ങനത്തെ ജീവിതവും എൻ്റെ ജീവിതം. കയ്യിലിട്ടത്ത് കണ്ടമനെ ഇവിടെ എല്ലാവരും പറയും ചാവുന്നെങ്കിൽ അങ്ങനെ തീരട്ടെന്ന് വിചാരിക്കും. കണ്ടാ കറണ്ട്, ഇത് കറണ്ടാണ്. ഞാൻ കണ്ട ഇത് കുത്തുന്നതേ അതെ ഈ കണക്കിനാണ് എൻ്റെ ജീവിതം. എന്റെ ജീവിതം ഇതാണ്. ഈ കണ്ണ വേണ്ടിട്ടാക്കൂല, ഈ ലൈറ്റ് പറ്റുന്നില്ല. ഇപ്പൊ ഇരുട്ടത്താണ് കിടക്കുന്നത്. അയ്യോ അവര് കാക്കുന്നു ഇവിടെ മൊത്തം കണ്ടാണ് കിടക്കുന്നത്. തോന്നൊലിക്കാണ്. നാണ്ടേ ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കിയേ എങ്ങനെ കിടക്കുന്നെന്ന്. ഇതിനകത്തൊന്നും അമ്മ കിടക്കുന്നേ? അല്ല, ഞാൻ കിടക്കുന്നത് അവിടെ. ആ മക്കൾ കണ്ടോ? ഞാൻ പറയുമ്പോ ആള് കേൾക്കുന്ന മോനെ, ഞാൻ ഇവിടെ എങ്ങനെ കിടക്കണം? ഇടിഞ്ഞ് വീണ് വാരി കിടക്കുന്നതാ അത്. കണ്ടാ, ഞാൻ പറയുമ്പോ ആളുകൾ പുറത്തു നിന്ന് കണ്ടിട്ട് പോകും മോനെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ ഒരു ലൈറ്റ് ഇടാൻ എന്നെ കൊണ്ട് ഗതിയുണ്ട. ഒരു കറണ്ട് ഇടാൻ ലൈറ്റ് എങ്ങനെ നമ്മൾക്ക് മേടിച്ചുണ്ട് ആരെങ്കിലും പറഞ്ഞ് മേടിക്കാം. ടി വി ഇതുകൊണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞതാ അത് ഉള്ളത്തില്ല. കറണ്ട് അടിച്ച് ഈ വാള് കൊണ്ടുപോയി പണി ചെയ്യായി. ഈ വാളിന് പണി ചെയ്യാൻ പോകും. ഒരു വാളെടുത്ത് അങ്ങനെ തടി മുറിക്കാൻ പോയി. തടി ഈ കമ്പിയിൽ വീണ് അവൻ കെട്ടി കറണ്ട് വന്ന് അടിച്ചു വീണു. മോനെ, എന്താ പൊന്നു മോനെ, എന്താ പൊന്നാരിയാണേ. ചാർപ്പേർ മേടിച്ച് അങ്ങോട്ടേക്ക് മരുന്ന് വാങ്ങിച്ച് എല്ലാം എന്താ വരുന്നമ്മ, രക്തക്കുറവുകൊണ്ടാണ് അമ്മ കാഴ്ചയില്ലാത്തതെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ച് വരുന്നമ്മ എന്നും പറഞ്ഞുകൊണ്ട് പോയതാണ് മോനെ. ശിവരാത്രി അന്ന് മോനെ അഞ്ചര ഇപ്പം ചെരുപ്പിട്ട് കയറിക്കൂടാ. ഒരു വീട്ടിലും ഒരു അമ്പലങ്ങളിലും ഒരു പള്ളിയിലും ഒന്നിലും കണ്ട നാണ്ട ചരുവങ്ങൾ വെച്ചേക്കുന്നുണ്ട നിറയാൻ. നന്നെ നിങ്ങക്ക് പറഞ്ഞാൽ ബോധിക്കത്തില്ല. ആണ്ട് പാത്രങ്ങൾ പറക്കി വെച്ചേക്കുന്നു, ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നു. ആണ്ടെ ഇവിടെ കൊള്ളാം. പാമ്പിന്റെ ശല്യം ഉണ്ടോ? നിങ്ങൾ ആ പെരയിൽ നേരെ ഇരുട്ടിയ ഇതിനകത്ത് കിടക്കത്തില്ല. താണ്ട ഒരു കിണർ കിടക്കുന്നുണ്ടാ, ഞാൻ തപ്പിച്ചെന്താ വെള്ളം കോരിയിട്ടുള്ളത് നേരത്തെ. അതിനകത്തൊരു കൊച്ചു മീൻ കിടന്നു. പാമ്പിറങ്ങി കടിച്ച് കൊന്നു അതിനകത്ത്. പാമ്പിന്റെ ഭയങ്കര ശല്യം. എന്റെ പുറത്തുകൂടെ കയറി ഇറങ്ങി പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കിടന്നപ്പോ.